അപ്പോൾ ഇത്തരം സംവിധാന തൊഴിലാളികളുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞത്, അവരുടെ സിനിമകൾ വരി വരിയായിട്ട് ഇങ്ങനെ പരാജയപ്പെടുകയൊക്കെ ചെയ്യും, ആർക്കും വേണ്ടാത്ത സിനിമകളായിട്ട് മാറുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും നമുക്ക് കാണാം ഇത്തരം തൊഴിലാളി സംവിധായകർ പിന്നെയും പിന്നെയും സിനിമകൾ സംവിധാനം ചെയ്യുന്നത്. അതെങ്ങനെ? അതൊരു പ്രത്യേക ടെക്നിക്കാണ്. ആ ടെക്നിക്ക് എന്ന് പറയുന്നത് ഇവരുടെ ക്ഷമയാണ്. അവസാനം സംവിധാനം ചെയ്ത അവരുടെ സിനിമ പൊളിഞ്ഞാൽ പിന്നെ കുറച്ച് കാലത്തേക്ക് എങ്ങും ഇവരെ കാണില്ല. ഇവർ മാളത്തിലായിരിക്കും. 1.5-2 വർഷത്തോളം മാളത്തിലിരുന്നതിന് ശേഷം പതുക്കെ ഇവരുടെ പരിപാടി തുടങ്ങും, പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവർ നേരെ പോകുന്നത് അപ്പം മാർക്കറ്റുള്ള ഒരു തിരക്കഥാകൃത്തിൻ്റെ അടുത്തേക്കായിരിക്കും. കൂടെ അഭിനയിക്കാൻ ആഗ്രഹമുള്ള ഒരാൾ കാണും. കാരണം ഈ തിരക്കഥാകൃത്തിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ചിലവൊക്കെ ഈ അഭിനയിക്കാൻ ആഗ്രഹമുള്ള നടൻ വെച്ചാൽ വരാൻ പോകുന്ന സിനിമയിൽ നല്ലൊരു റോൾ ഇയാൾക്ക് വാഗ്ദാനം ചെയ്തിട്ട് അയാളെ കൊണ്ട് പോവുകയാണ്. അയാളുടെ കാറിലായിരിക്കും ചിലപ്പം, അല്ലെങ്കിൽ അയാൾ പിടിച്ച കാറിലായിരിക്കും, അയാളുടെ ചിലവിലായിരിക്കും. എന്തായാലും ഈ തിരക്കഥാകൃത്തിന് കൊടുക്കാനുള്ള ഒരു അഡ്വാൻസും അയാളുടെ കയ്യിൽ ഉണ്ടാവും. ഈ തിരക്കഥാകൃത്തിൻ്റെ അടുത്ത് വിശേഷങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് സാവധാനം കാര്യങ്ങളിലേക്ക് വരും. അപ്പോൾ തിരക്കഥാകൃത്ത് കുറച്ച് ആളായിട്ട് കണ്ടില്ലല്ലോ, അല്ല ഞാനിങ്ങനെ സിനിമ അത്ര ശരിയായില്ല, കാരണം അതിൻ്റെ താങ്കളെ പോലെയുള്ള നല്ലൊരു എഴുത്തുകാരൻ്റെ ഒരു സഹായം അതിന് ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഇൻഡയറക്റ്റായിട്ട് ഈ എഴുത്തുകാരനെ ഒന്ന് പൊക്കലുമായി. പിന്നെ ജീവിത പ്രാരബ്ധവും വളരെ ബുദ്ധിമുട്ടാണ്, മക്കൾ, ഭാര്യ, അവരുടെ പഠിത്തം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയും. ഇതൊന്നും സിനിമയായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ്. കാരണം ഒരാളുടെ പേഴ്സണലായിട്ടുള്ള അവശതകൾ പരിഹരിക്കാനുള്ള മീഡിയമല്ല സിനിമ എന്നുള്ളതാണ് സത്യം. എങ്കിൽ പോലും മാനുഷികമായ ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ തിരക്കഥാകൃത്ത് എന്നൊക്കെ പറയുമ്പോൾ ഇയാൾക്ക് ഇങ്ങനെ ഒരു പരാജയപ്പെട്ട സംവിധായകൻ്റെ തിരക്കഥ എഴുതാൻ ഇയാൾക്ക് താല്പര്യം കാണില്ല. പക്ഷേ എങ്കിൽ പോലും ഇത്തരം കുറേ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ, ഒരു ദുർബല നിമിഷത്തിൽ ഈ തിരക്കഥാകൃത്ത് നമുക്ക് ആലോചിക്കാം, ഒരു തിരക്കഥ നിങ്ങൾക്ക് വേണ്ടി എഴുതുന്ന കാര്യം ആലോചിക്കുമെന്ന് പറഞ്ഞു പോകും. ചിലപ്പോൾ ഈ അഭിനയ ആഗ്രഹമുള്ള നടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച രൂപ ഇയാളെ ഏൽപ്പിക്കുകയും ചെയ്യും തിരക്കഥാകൃത്തിനെ. അപ്പോൾ വാങ്ങിക്കുമ്പോൾ തിരക്കഥാകൃത്ത് പൈസയല്ലേ ഇരിക്കട്ടെ എന്ന് അയാൾക്കും തോന്നി കാണും. ഇത് പിന്നീടാണ് കോടാലിയായി മാറുന്നത്. പിന്നെ എപ്പോഴെങ്കിലും എഴുതന്നാൽ മതി എന്നൊക്കെ പറയും ഈ സംവിധായകൻ. പക്ഷേ ഈ പൈസ വാങ്ങി പിറ്റേന്ന് മുതൽ ഇദ്ദേഹത്തിന് വിളി വിടണം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, നമ്മുടെ കാര്യങ്ങൾ, കഥ എന്തെങ്കിലും ഇങ്ങനെ ആലോചിക്കുന്നുണ്ടോ? അല്ല, നമ്മുടെ കഥ ഇപ്പോൾ ആലോചിക്കുന്ന കാര്യമല്ലല്ലോ, ഞാൻ എൻ്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ആലോചിക്കുന്നത്, അല്ല ഞാൻ വെറുതെ വിളിച്ചെന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പിറ്റേ ദിവസവും വിളിക്കും. അങ്ങനെ ഇത് വലിയ കോടാലിയായി മാറും, നിരന്തരമായൊരു ശല്യമായി മാറും. അവസാനം തിരക്കഥാകൃത്തിന് മനസ്സിലാവും ഇയാളെ എത്രയും വേഗം ഈ സംഭവം എഴുതി കൊടുത്ത് ഒഴിവാക്കിയില്ലെങ്കിൽ ജീവിതത്തിൽ എന്നും ഇയാളൊരു ഭീഷണിയായിരിക്കുന്നു. അങ്ങനെ ഇയാൾ ഈ തിരക്കഥയെപ്പറ്റി ആലോചിച്ച് തുടങ്ങിയെന്ന് മനസ്സിലായാൽ ഉടനെ ഒരു താരത്തിനെ ഈ സംവിധായകൻ ചെന്ന് കാണും, അപ്പം മാർക്കറ്റുള്ള. എന്താ പറയും, പ്രഗത്ഭനായ തിരക്കഥാകൃത്ത് എനിക്ക് ഒരു തിരക്കഥ എഴുതരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്, താങ്കൾ അതിൽ അഭിനയിക്കണം. അപ്പോൾ ആദ്യം താരം അത് വിശ്വസിക്കില്ല. ഇങ്ങനെ ഈ സംവിധായകൻ അയാൾ തിരക്കഥ എഴുതും. എന്നിട്ട് അയാളെ വിളിച്ചു ചോദിക്കും തിരക്കഥാകൃത്തിനെ. അയാൾ പറയും ഞാനിങ്ങനെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, അത് മതി. അപ്പോൾ അദ്ദേഹത്തിന് തിരക്കഥയാണെങ്കിൽ കൊള്ളാലോ എന്ന് നടന്നു തോന്നും. ഇങ്ങനെയുള്ള തോന്നലുകളെ സമന്വയിപ്പിച്ചിട്ടാണ് പിന്നെ സംവിധായകൻ്റെ ഓപ്പറേഷൻ. ഒരു നിർമ്മാതാവിനെ കണ്ടെത്തുന്നു, ഇന്നയാളും താരവും തിരക്കഥാകൃത്തും രണ്ടും മാർക്കറ്റിലുള്ള ആളുകൾ. അപ്പോൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ പിന്നെ ലാഭത്തിൻ്റെ കണക്കുകളൊക്കെ, പിന്നെ സാറ്റലൈറ്റ്, ഓവർസീസ് എന്നൊക്കെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റി നമ്മൾ വിശദമായിട്ട് പിന്നീട് സംസാരിക്കാം. ഇവരെ പ്രൊഡ്യൂസേഴ്സിനെ വീഴ്ത്തുന്ന ഒരുപാട് സംഗതികളുണ്ട്. അങ്ങനെ ഒരു പ്രൊഡ്യൂസറെയും കിട്ടിയാൽ സംഗതി മുന്നോട്ട് പോകാൻ തുടങ്ങും. ഈ പടവും പൊളി. പക്ഷേ ഇതിൽ നിന്നൊന്നും ആളുകൾ ഒരു പാഠവും പഠിക്കാൻ പോകുന്നില്ല. പുതിയ നിർമ്മാതാക്കൾ, ഇത്തരം വിഷയ സർക്കിളുകളെക്കുറിച്ച് ബോധമില്ലാത്ത നിർമ്മാതാക്കൾ ഇപ്പോഴും ഈ അമ്പാറ്റകളെ പോലെ ഇതിൽ വീണുകൊണ്ടേയിരിക്കും.